ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു അല്ലേ? അതിലും ഇനി ആ ഒരു ഊർജ്ജത്തോടു കൂടി നമുക്ക് വാർത്തയിലേക്ക് പോകാം. അതേ വാർത്ത പ്രേക്ഷകർക്കായി വായിക്കും. തുടർച്ചയായ 6ാം ദിനം ഒട്ടോട്ടമോടി ജനങ്ങൾ. ബാങ്കുകൾക്കും ATM-കൾക്കും മുന്നിൽ കനത്ത ക്യൂ ആണ് ഇന്നും കാണുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഷീജ ചേരുന്നു. ആദ്യം ദില്ലിയിൽ നിന്നും മനു കൂടി ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് ദില്ലിയിലെ അവസ്ഥ? എങ്ങനെയാണ്? ദില്ലിയിൽ പ്രമുഖ ബാങ്കുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഗുരുനാനക് ജയന്തി ആയതിനാൽ പോസ്റ്റ് ഓഫീസുകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുമെന്ന് ഇന്നലെ വ്യക്തമായിരുന്നു. എന്നാൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുമെന്നായിരുന്നു ധനമന്ത്രാലയം അറിയിച്ചിരുന്നത്. എന്നാൽ ഒട്ടുമിക്ക ബാങ്കുകളും ഇന്ന് അടഞ്ഞു കിടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ചില ബാങ്കുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഈ ബാങ്കുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ് ദൃശ്യമാകുന്നത്. ഈ ATM-കൾ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുകയാണ്. ദില്ലി, ഹരിയാന, പഞ്ചാബ് അടക്കം മിക്ക സംസ്ഥാനങ്ങളിലെയും രാജ്യത്തെമ്പാടുമുള്ള മിക്ക ATM-കളും പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ATM-കളിൽ ഈ 2000 രൂപ നോട്ട് സാങ്കേതികമായി നിറയ്ക്കുന്നതിൽ പ്രശ്നമുള്ളതിനാൽ 100-ന്റെയും 50 രൂപ നോട്ടുകൾ മാത്രമേ നിറയ്ക്കാനാകൂ. ഈ സാഹചര്യത്തിൽ 100-ന്റെയും 50 രൂപ നോട്ടുകളുടെയും അപര്യാപ്തത ഉണ്ട് എന്നാണ് ബാങ്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്രയധികം ഒരു ക്ഷാമം അനുഭവപ്പെടുന്നതെന്നും ബാങ്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. റിസർവ് ബാങ്ക് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നത് പുതിയ 500 രൂപ നോട്ടുകൾ എത്രയും വേഗം ബാങ്കുകളിൽ എത്തിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്നായിരുന്നു റിസർവ് ബാങ്ക് ഇന്നലെ ധനമന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി 9 മണിക്കും ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കൂടി സാന്നിധ്യത്തിൽ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നതും 50 ലക്ഷം പുതിയ 500 രൂപ നോട്ടുകൾ പുറത്തിറക്കാൻ സജ്ജമാക്കി കഴിഞ്ഞു. റിസർവ് ബാങ്ക് ആസ്ഥാനത്ത് ഈ പുതിയ 500 രൂപയുടെ 50 ലക്ഷം നോട്ടുകൾ എത്തിക്കഴിഞ്ഞു. ഇത് ബാങ്കുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി വരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ബാങ്കുകളിലേക്ക് പുതിയ 500 രൂപ നോട്ടുകൾ ഇതുവരെയും എത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇതിനാലാണ് ATM-കളിലും പണം എത്തിക്കുന്നതിന് ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അതേസമയം ഈ നോട്ട് പിൻവലിക്കൽ സർക്കാർ നയത്തെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റാനാണ് പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗം പ്രതിപക്ഷ കക്ഷികളോട് ചേരുമ്പോഴും ഈ സർക്കാരിനെതിരെ ഈ നോട്ട് കൈമാറ്റത്തിലെയും നോട്ട് പിൻവലിക്കലിലെയും നടപടിക്കെതിരെയുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതായി കൃത്യമായ ആസൂത്രണമില്ലാത്ത സർക്കാരിന്റെ നീക്കം എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. അതേസമയം ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം ധനകാര്യമന്ത്രി തോമസ് ഐസക് എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ നിലവിലെ ആശങ്കയും പ്രധാനമന്ത്രിയുമായി വ്യക്തമാക്കുന്നതായിരിക്കും. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ സായന്തന ഒരാഴ്ചയോടടുക്കുന്നു ഈ നോട്ട് പ്രശ്നം വന്നിട്ട്. പക്ഷേ ഇപ്പോഴും അത് പരിഹരിക്കാനായിട്ടില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് ഹോസ്പിറ്റൽസ്, എല്ലാ ഹോസ്പിറ്റൽസും വാങ്ങുന്നില്ല, പക്ഷേ 100 രൂപയുടെയും ഈ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളൊക്കെ വാങ്ങുമായിരുന്നെങ്കിലും ഇന്ന് രാത്രിയോടുകൂടി അതും കൂടി തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ എങ്ങനെ ടീച്ചർമാരെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലായിട്ടുള്ളത്? ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അതെങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ക്ലാസ്സിലെ പൊതുവെ കുട്ടികൾ തമ്മിലാണ് അവരിലെ BJP അങ്ങനെ ഒരു വർഗീയത എന്നുള്ള നിലയ്ക്കാണ് അവർ പരസ്പരം ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് അവർ സംസാരിക്കാറുള്ളത്. അധ്യാപകരൊന്നും കൂടുതലായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. ഇല്ല. എന്നാൽ കൂടിയും ഈ ഒരു വിഷയം ഒരുപക്ഷെ എങ്ങനെയാണ് ന്യൂസിൽ കൂടിയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ എന്താണ് തോന്നിയത്? ഒരു നല്ല പ്ലാനിങ്ങിന്റെ കുറവ് ആ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, 2000-ന്റെ നോട്ട് ഇറക്കുന്നതിന് മുൻപേ തന്നെ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് ആദ്യം മുതലേ അവർക്ക് ചേഞ്ച് അല്ലെങ്കിൽ 500-ന്റെ നോട്ട് മുതൽ ഇറക്കി തുടങ്ങാമായിരുന്നു. ഈ 2000 എന്നുള്ളൊരു വലിയ കറൻസിയുമായിട്ട് വരുന്ന ആളുകൾക്ക് അതിന് ബാക്കി തുക കിട്ടാത്തൊരു അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുപോലെ ഒരു രൂക്ഷമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. സാധാരണ വീട്ടിൽ ഈ ഒരു അവസ്ഥയുണ്ടോ? ബാങ്കിലൊക്കെ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നോ വീട്ടില്? വന്നിട്ടുണ്ടായിരിക്കണം. ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും. ഓക്കെ. ഏതായാലും ഈ ഒരു പ്രതിസന്ധി ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദില്ലിയിൽ നിന്നും മനു തന്ന വിവരം അനുസരിച്ച് ദില്ലിയിൽ പോലും, അതായത് രാജ്യ തലസ്ഥാനത്ത് പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഗ്രാമങ്ങളിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് എല്ലാവരും വളരെ പാവപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അതായത് നമുക്കിനി കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതായത് കേരളത്തിലും ഇതുപോലെ തന്നെയാണ്, പല മേഖലകളിലും പല രീതിയാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തലസ്ഥാന നഗരിയിൽ ഒരുപാട് ATM-കളുണ്ട്. ഒരു പക്ഷേ ആൾക്കാർക്ക് കാശ് കിട്ടാൻ ഇത്തിരി എളുപ്പം കാണും, അവിടെ പോലും ബുദ്ധിമുട്ടുണ്ട്.
കുറേ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെട്ട പല മേഖലകളും ഉണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ ഒരു വടക്കൻ കേരളം, അവിടുത്തെ സ്ഥിതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി. വിനിഷ, എങ്ങനെയാണ് അവിടുത്തെ ATMകളുടെ ഒക്കെ അവസ്ഥ? എന്താണ്? ബാങ്കുകളിലൊക്കെ ഇന്നും വലിയ ക്യൂ ആണോ? ഈ വരുന്നവർക്കൊക്കെ പണം നൽകാനുള്ളൊരു തയ്യാറെടുപ്പുകളൊക്കെ എത്രത്തോളം ഉണ്ട്? ATMകളിലൊക്കെ വർക്കിംഗ് ആണോ? സൗമ്യ, മലബാറിലെ സ്ഥിതിയും മറിച്ചല്ല. ജനങ്ങൾ ഇപ്പോഴും ക്യൂവിൽ തന്നെയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ജനങ്ങൾ ക്യൂവിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ. മിക്ക ബാങ്കിന് മുൻപിലും രാവിലെ തന്നെ നല്ല ക്യൂ ആണ്. ഏകദേശം 100-ലധികം പണം ഇടപാടുകാർ ക്യൂവിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു കാര്യം, ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് 2000 രൂപയുടെ ഒറ്റ നോട്ട് അല്ലെങ്കിൽ 10 രൂപയുടെ ചില്ലറ നാണയത്തുട്ടുകളാണ്. ഇത് പുറത്തു കൊണ്ടുപോയി ചില്ലറയാക്കാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ATMന്റെ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ മിക്ക ATMകളും പണം ഫില്ല് ചെയ്യുന്ന ഒരു 10 മിനിറ്റിന് ശേഷം ആകുമ്പോഴേക്കും ATMകൾ കാലിയാകുന്ന അവസ്ഥ. നഗരപ്രദേശങ്ങളിൽ കുഴപ്പമില്ല. ബാങ്കുകൾ നേരിട്ട് പണം ഫില്ല് ചെയ്യുന്ന ATMകളിൽ പണം തീരുന്ന മുറയ്ക്ക് പണം വീണ്ടും ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കിടക്കുമ്പോൾ മിക്ക ATMകളും കാലിയായി തന്നെ 2-3 ദിവസമായി തുടർച്ചയായി ATMകൾ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തു നിന്നുള്ളവർക്ക് പോലും നഗരത്തിലെത്തി പണം ഒന്നുകിൽ അസാധുവായ പണങ്ങൾ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നഗരത്തിലെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത് സ്വാഭാവികമായും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ കൂടി നഗരപ്രദേശങ്ങളിലെ ബാങ്കുകളിലും ATMകളിലും എത്തുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു തിരക്ക് കൂടും എന്നുള്ള അവസ്ഥ കൂടുതലെടുത്ത് പറയേണ്ട കാര്യമില്ല. ആ ഒരു അവസ്ഥ തന്നെയാണ് മിക്ക ATMന് മുൻപിലും ബാങ്കുകൾക്ക് മുൻപിലും. മറ്റൊന്ന്, കേരള വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതിയുടെ കടമുടക്ക് സമരം ഈ ചൊവ്വാഴ്ച മുതൽ, അതായത് നാളെ മുതൽ കട അടച്ചിടുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അവർ ഇത് പിൻവലിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയാണ് ഇത്. കാരണം ചില്ലറ കിട്ടാതെ ജനങ്ങൾ വലയുന്ന ഒരു സമയത്താണ് കേരള വ്യാപാരികൾ കട അടച്ചിടുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ മൂലം നികുതി അടയ്ക്കാനുള്ള ദിവസം കൂട്ടി നൽകിയതും ഒപ്പം നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചതും, അതായത് നികുതി അടയ്ക്കാനുള്ള തീയതി മാറ്റി നൽകിയതും ശബരിമല സീസണും കണക്കിലെടുത്താണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ ഒരു തീരുമാനം. അതിനാൽ തന്നെ അത് ഒരു ആശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം പറയേണ്ടത്, കേന്ദ്ര സർക്കാർ ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കുമ്പോൾ നൽകിയ ഇളവുകൾ, അതായത് റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ശ്മശാനം, ഗവൺമെൻറ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ അസാധുവായ നോട്ടുകൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഈ നോട്ടുകൾ അസാധുവാക്കുമ്പോൾ പറഞ്ഞിരുന്നു. ആ ഒരു ഇളവ് ഇന്ന് രാത്രി 12 അർദ്ധരാത്രിയോട് കൂടി അവസാനിക്കുകയാണ്. ഇതും നാളെ മുതൽ ജനങ്ങളെ കൂടുതൽ വലയ്ക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൗമ്യ. വിനിഷ വൃന്ദാവനാണ് വടക്കൻ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലിവിന് മറ്റു മേഖലകളിലെ കൂടി ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് എത്താം. സായന്തന, ഇന്ന് ശിശുദിനമായിരുന്നു. സാധാരണ സ്കൂളുകളിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. സായന്തനയുടെ സ്കൂളിലും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് മിസ് ചെയ്യുന്നുണ്ടോ? കുറച്ച്. എന്നാലും ഇങ്ങനെ ഒരു ഇത് എങ്ങനെയുണ്ട്? വാർത്ത വായിച്ചിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ജേർണലിസം ഫീൽഡ് താല്പര്യമുള്ള ഫീൽഡാണോ? അതെ, ആണ്. അപ്പോൾ ഭാവിയിൽ ഒരു ജേർണലിസ്റ്റ് ആവാനാണോ താല്പര്യം? തീർച്ചയായും. നല്ലൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും പരിശോധിക്കണം. നമുക്ക് എന്ത് സംഭവങ്ങൾ നടന്നാലും അതിൽ നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം. ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കണം. ആൾക്കാർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലേ? എന്തായാലും ഇങ്ങനെ ഒരു ജേർണലിസം ഫീൽഡിലേക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നാൻ കാര്യം എന്താ? ഭയങ്കര അഡ്വഞ്ചർ അല്ലേ ഈ ഫീൽഡ്? ആണ്. അപ്പോൾ വാർത്ത വായിക്കുന്നതായിരിക്കത്തില്ല, റിപ്പോർട്ടിംഗ് ആയിരിക്കും കൂടുതൽ താല്പര്യം, ആണല്ലേ? ഇപ്പൊ വാർത്ത വായിക്കുന്നത് താല്പര്യം, അതും കൂടി ഇഷ്ടമായി. രണ്ടും ചെയ്യേണ്ടി വരും. എന്നാലും ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു റിസ്ക് ഉള്ളത് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ ഒരു ഇതൊക്കെ ഫേസ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ പറഞ്ഞോ ജേർണലിസ്റ്റ് ആവാനാ താല്പര്യം എന്ന്? ആണ്, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, ആണല്ലേ? ആയാലും അങ്ങനെ പഠിച്ച ആ ഒരു ലെവലിലേക്ക് എത്താൻ, ഒരു വലിയ ജേർണലിസ്റ്റ് ആവട്ടെ. ഭാവിയിലൊക്കെ നമുക്കിരുന്ന് കാണാൻ ഇതുപോലെ, ഞാനിരുന്ന് ഇതുപോലെ TV-യുടെ മുമ്പ് ഇരുന്ന് സായന്തന വാർത്ത വായിക്കുന്നതും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ കാണാം. നമ്മൾ ചോദിച്ചു വന്ന സ്കൂളിലെ കാര്യമാണ്. സ്കൂളിൽ എന്തൊക്കെ പരിപാടികളുണ്ട്? എന്തൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അസംബ്ലി ഉണ്ടാവും, സ്കൂൾ അസംബ്ലി ഉണ്ടാവും. ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും? ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു, അതുകൊണ്ട് സായന്തനം ഒന്നിലും പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഈ പാട്ടുകളൊക്കെ, ദേശഭക്തി ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക പാട്ടുകളൊക്കെ പഠിച്ചിരുന്നു?
ഇല്ല, ഒന്നും പങ്കെടുത്തില്ല അവര്, വേറെ പക്ഷെ സായന്തന പാട്ട് പാടുന്ന ആൾ കൂടിയാണ്, കവിതയൊക്കെ ചൊല്ലുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ ഏതായാലും ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് രാവിലെ എന്തായാലും തിരക്കുകൾക്കിടയിലൊന്നും സായന്തനയുടെ പാട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. കവിത എന്തൊക്കെയോ പാടി എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രൊഡ്യൂസർ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, സായന്തന അങ്ങനെ വെറുതെ വിടരുതെന്ന്. അപ്പോ ഒരു കവിത 2 വരി. ഒരു പൂമാലയില്ല കയ്യിൽ, ഇല്ല ഒരു തുള്ളിച്ചുടുനീർ, നേത്രത്തിലുമർപ്പിക്കാൻ പ്രിയ ഗുരോ, വന്നു നിൽക്കുന്നു തവ ഭൗതികാവശിഷ്ടത്തിൻ മുന്നിലീ വിറയ്ക്കുന്ന കൂപ്പുകൈയൊന്നായി മാത്രം. യെസ്, ഏതായാലും ഇത് ആരുടെ കവിതയാണ്? ലളിതാംബിക അന്തർജനം. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നേരമൊക്കെ ഇതൊക്കെ പാടാറുണ്ടോ? അങ്ങനെ സ്ഥിരമായിട്ട് പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? ജില്ലയിൽ ഈ കവിതയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. സായന്തന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 10th അല്ലേ? ആ, ഓക്കെ. അതായത് നമുക്കിപ്പോൾ വീണ്ടും നമുക്ക് വാർത്തയിലേക്ക് തന്നെ വരാം. ഇന്നിപ്പോൾ എന്താണ് ബാക്കിയുള്ള മേഖലയിൽ നിന്നുള്ള ഈ നോട്ട് പ്രതിസന്ധിയുടെ ഒരു അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. ഒരുപക്ഷെ കൊച്ചിയുടെ ഒരു വലിയ പ്രത്യേകത നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വ്യാവസായിക തലസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്ന മേഖലയാണ്. അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സമീർ ചേരുന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചിയിലെ ഈ ഒരു ബിസിനസ് പശ്ചാത്തലത്തെ ഒക്കെ ബാധിച്ചിട്ടുണ്ടോ ഈ നോട്ട് പ്രതിസന്ധി? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ 5 ദിവസത്തെ പോലെ ഇന്നും ഈ നോട്ട് പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെയാണ് വിവിധ മേഖലകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാര മേഖലയെയും വ്യവസായ മേഖലയെയും അതോടൊപ്പം തന്നെ വിവിധ ഫീസുമായി അടക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഏറെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ വിദേശികളെയും നമ്മുടെ രാജ്യത്തുള്ള വ്യക്തികളെ പോലെ അതിലുപരി എന്ന പോലെ തന്നെ വിദേശികളെയും ഈ നോട്ടിൻ്റെ പ്രതിസന്ധി വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ബൈപ്പാസിലുള്ള SPTയുടെ ബാങ്കിൻ്റെ ശാഖയിലാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാം ഓരോ ഇടപാടുകൾക്ക് വേണ്ടിക്കൊണ്ട് ഓരോ വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന അവരുടെ ഈ ATM ഇതുവരെയും തുറന്നിട്ടില്ല. ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അവർ അറിയിച്ചിരുന്നത് 10 മണിയോടുകൂടിയുടെ ഈ ATM തുറക്കുകയും അതിന് ശേഷം അതിലേക്ക് പണം നിക്ഷേപിക്കുമെന്നുമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും എത്തുകയും ATMൽ വന്നുകൊണ്ട് പലരും മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലർക്കും ലഭ്യമായിട്ടുള്ളത് 2000 രൂപയുടെ നോട്ടാണ് മാറ്റിയെടുക്കാനും അതോടൊപ്പം തന്നെ പലർക്കും ATMൽ നിന്ന് നേരത്തെ ലഭിച്ചതുമൊക്കെ ഇത് മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടും അവർക്കിടയിലുണ്ട്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല വ്യക്തികളും വന്നുകൊണ്ട് ATMന് വേണ്ടി ക്യൂ നിൽക്കുകയും പലരും പണം കിട്ടാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അത് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധിക്ക് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് 6ാം ദിവസത്തിലേക്ക് കിടക്കുന്നു. ഈ നിമിഷത്തിൽ പോലും പലരുടെയും ആവശ്യങ്ങളുമായിട്ട് ബാങ്കുകളിലേക്ക് വരുന്നു. അവർ പലരും ഏറെ നേരം നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് പല ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇന്നലെ തന്നെ അവരുടെ ഇടപാടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പലരും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇന്നലെ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ന് പല ബാങ്കുകളിലും അതുപോലെ തന്നെ ATM കൗണ്ടറുകളിലുമൊക്കെ തിരക്ക് താരതമ്യേന കുറവാണ്. എന്നാലും ആവശ്യമായി എത്തുന്ന അവരുടെ എല്ലാം തന്നെ പൂർണ്ണമായും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇനിയും ഏറെ സമയമെടുക്കും എന്നതിൽ സംശയമില്ല. സൗമ്യ. സമീർ വഴങ്ങോടാണ് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇതിപ്പോൾ 6ാം ദിവസത്തിലേക്ക് ഈ ഒരു പ്രഖ്യാപനം കടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പര്യാപ്തമായ രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടില്ലെന്നതിനാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും ATMകൾക്ക് മുൻപിലും ഒപ്പം തന്നെ ബാങ്കുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ആണ്. എന്നാൽ ATMകളെല്ലാം ഒന്നും വർക്ക് ചെയ്യുന്നൊരവസ്ഥയുമല്ല. എല്ലായിടത്തും ഈ കൃത്യമായിട്ട് പൈസ എത്തിക്കാനായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾക്ക് പല മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഇന്നിപ്പോൾ 6ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം വന്ന ശേഷം. ഏതായാലും നമുക്ക് മറ്റു മേഖലകളിലെ ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് സായന്തന,
ഏതായാലും ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഈ പ്രശ്നം ഉണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ജേർണലിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ആളുകൂടിയാണ്. അപ്പോൾ ജനങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് സാധാരണക്കാരായ ജനങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ വലിയ തിരക്കുള്ള സ്ഥലത്തിരുന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നീ പറഞ്ഞ പോലെ തന്നെ തലസ്ഥാനത്തിൻ്റെ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ? മലപ്പുറത്ത് ഇതുപോലെ തന്നെ തിരക്കുള്ളൊരു ഏരിയ ആണോ? പട്ടണ പ്രദേശമാണ്. അവിടെ ആൾക്കാർക്ക് ക്രൈസിസ് ഉണ്ടോ? ഇതുപോലെ ശ്രദ്ധിച്ചോ? അവരും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പൊതുവെ ആളുകളെല്ലാവരും ഇപ്പോൾ ഈ 2000 രൂപയുടെ നോട്ട് കിട്ടിയ ആദ്യം 2000 രൂപ കിട്ടി സേഫ് ആണെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പിന്നീട് അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടായപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് പലരും. നമ്മളിപ്പോൾ കണ്ടതുപോലെ പല സംസ്ഥാനങ്ങളിലുമുള്ള അതേ അവസ്ഥ തന്നെയാണ് മലപ്പുറത്തിൻ്റെ കാര്യത്തിലും പറയുകയാണെങ്കിൽ. അതായത് നമ്മൾ കേരളം സേഫ് ആണെന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും ഇതുപോലെ ഗ്രാമമേഖലകളിലൊക്കെ ഇപ്പോഴും വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് അത് നമ്മളെ ഒരു വലിയൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ, അതായത് ബിസിനസ്, കച്ചവടങ്ങൾ നടക്കണം, ബാങ്കിങ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. ഇതൊക്കെ കൂടെ കൃത്യമായിട്ട് നടന്നാലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടെ സ്ട്രോങ് ആവത്തുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സാധനയ്ക്ക്? നമ്മളൊന്നുകൂടെ വീക്കായി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് പല മേഖലകളിലും, പല ബിസിനസ് മേഖലകളിലും കളക്ഷനിൽ കുറവുണ്ടായ വാർത്തകളൊക്കെ നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കണ്ടു. ഇതുപോലൊരു അവസ്ഥ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ വളരെ പുറകോട്ട് പോകുമെന്ന് തന്നെ നമുക്ക്. അതായത് നേരത്തെ സായന്തന പറഞ്ഞ പോലെ 500 രൂപയുടെയൊക്കെ നോട്ടുകൾ കൂടുതൽ പുതുതായിട്ട് ഉള്ളത് പെട്ടെന്ന് ഇറക്കി 1000 രൂപയുടെയൊക്കെ പുതിയ നോട്ടുകൾ ഇറക്കി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഇനി തുടരും. ഏതായാലും ഈ കൊച്ചുകുട്ടി പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും അതുതന്നെയാണ് ജനങ്ങളുടെ ആശങ്ക. 2000 രൂപ കയ്യിൽ കിട്ടിയവർ ഇത് എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെ സാധനം മേടിക്കും എന്നുള്ളൊരവസ്ഥ കൂടിയുണ്ട്. അതല്ലാത്തവർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം ഇനിയും മാറാൻ കഴിയാതെ ക്യൂകളിൽ തുടരുകയാണ്. അതിലും മറ്റു വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എത്താം. പൊതുവിൽ നോട്ട് പ്രതിസന്ധി രൂക്ഷമായി വരുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്നും ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഇന്ന് തലസ്ഥാന നഗരിയുടെ വാർത്തകൾ? പ്രധാനമായും ഇന്നും തലസ്ഥാനത്ത് ഉൾപ്പെടെ എല്ലായിടത്തും തലസ്ഥാനത്തെ ATM-കളിലും ബാങ്കുകളിലും എല്ലാം തന്നെ ജനങ്ങളുടെ ഒരു നെട്ടോട്ടം തന്നെയാണ്. എന്നാൽ ATM-കളിൽ വ്യാപകമായി തന്നെ പണത്തിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പല ATM-കളും ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും പല ATM-കളിലും പണത്തിനുള്ള ക്ഷാമം ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ATM-കളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെടുമ്പോൾ ATM-കളിൽ എത്തുന്നവർക്ക് അറിയാൻ സാധിക്കുന്നത് ATM-കളിൽ ആവശ്യത്തിന് പണം നിറയ്ക്കുന്നത് എപ്പോൾ നടക്കും എന്നറിയില്ല. 11 മണിയോടുകൂടി ATM-കളിൽ പണം നിറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മിക്ക ATM-കളും തലസ്ഥാനത്തും തെക്കൻ ജില്ലകളിലും എല്ലാം തന്നെ ATM-കൾ ഇപ്പോൾ ഇതുവരെയും പ്രവർത്തനം ആരംഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ 9-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ക്യൂവിന് ഇപ്പോഴും കുറവ് വന്നിട്ടില്ല. പ്രത്യേകിച്ചും 500-ന്റെ നോട്ടുകൾ ഇന്നു മുതൽ വ്യാപകമായി ബാങ്കുകളിൽ നൽകും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആ രീതിയിൽ ഇത് തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് വ്യാപകമായി തന്നെ ബാങ്കുകളിൽ ഈ 500 രൂപയുടെ നോട്ട് എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതുവരെയും ഏതായാലും ആ രീതിയിൽ നോട്ടുകളെല്ലാം തന്നെ എത്തി തുടങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ എന്നാൽ ഇന്നു മുതലുള്ള മറ്റൊരു ആനുകൂല്യം എന്ന് പറയുന്നത് 2000 രൂപയായിരുന്നു ATM-ൽ നിന്നും എടുക്കാനുണ്ടായിരുന്ന പരിധി. എന്നാൽ അതിപ്പോൾ മാറ്റി 2500 രൂപയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്നും 4000 രൂപ മാത്രമാണ് മാറി നൽകിക്കൊണ്ടിരുന്നത്. അതിന്നു മുതൽ 4500 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി, ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ KSRTC ബസ്സിലും ഇപ്പോൾ അസാധുവാക്കിയിട്ടുള്ള നോട്ടുകൾ എടുക്കുവാൻ ഉള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ പണം നൽകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ തോതിൽ പ്രതിസന്ധിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായും ഇത്തരത്തിൽ ക്യൂ കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർക്ക് മുന്നിലുള്ള. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം, ഇന്നിപ്പോൾ ആദ്യമായിട്ട് പണം മാറ്റിയെടുക്കാൻ എത്തിയതാണോ അതോ ദിവസങ്ങളായി വരികയാണോ? ആദ്യമായിട്ട് വരുന്നത്. 10 മണിക്ക് എത്തി. ഞാൻ ഇന്ന് ലീവ് എടുത്താണ് നിൽക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ലീവ് എടുത്തു. ഞാൻ അധ്യാപകനാണ്. ലീവ് എടുത്ത് നിൽക്കുന്നത്. ആദ്യത്തെ ദിവസം ഇല്ല, സെക്കൻഡ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ വീട്ടുപണി നടക്കുന്നുണ്ട്.
അതുകൊണ്ട് പൈസയ്ക്ക് അത്യാവശ്യം വന്നു, അതുകൊണ്ട് അതർവൈസ് നോ പ്രോബ്ലം. അന്ന് വന്നപ്പോഴും ഇതുപോലെ ഒരു ദിവസം മുഴുവൻ ഇതിനെ ചെലവഴിക്കേണ്ടി വന്നു. ഇവിടെ നിൽക്കേണ്ടി വന്നു, അത്രയില്ല, ഒരു 1.5 മണിക്കൂർ നേരം വേണ്ടി വന്നു അന്ന് ലാസ്റ്റ് വീക്കിൽ. ഇന്നിപ്പോൾ അത്രയില്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒരു 10 മിനിറ്റേ ആവുള്ളൂ. അതോ വന്നിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ? ഒരു 10 മിനിറ്റ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഓരോരുത്തരും പല പല ആവശ്യങ്ങൾ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ആവശ്യം ഞങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ കണ്ടിരുന്നത് ഇവിടുത്തെ ഈ ATM-ന്റെ പ്രവർത്തനത്തിലാണ്. ATM-ൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ATM-ൽ ഇതുവരെയും പണം നിക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ATM-ൽ എത്തുന്നവരെല്ലാം വലിയ നിരാശരായി തന്നെയാണ് മടങ്ങുന്നത്. ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ SBIയുടെ ബാങ്കിന് മുന്നിലാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു വലിയ ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ATM-ൽ രാവിലെ കുറേ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. ഈ വിദ്യാർത്ഥികൾക്കാകട്ടെ കോളേജിൽ അവരുടെ ഫീസ് നൽകേണ്ട ദിവസം അവസാന തീയതിയാണ്. അതുകൊണ്ട് തന്നെ അവർ തലസ്ഥാനത്തെ മിക്ക ATM-കളിലും കയറിയിറങ്ങുന്നു. എന്നാൽ എന്നിട്ടും അവർക്ക് പണം ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, എല്ലാ ജനവിഭാഗവും ഒരുപോലെ ഈ നോട്ട് ദുരിതം അനുഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം അതായത് ഈ നോട്ട് പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ലോട്ടറികളുടെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അതിപ്പോൾ ഇന്ന് വിൻവിൻ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഓരോ പ്രതിസന്ധിയും മറികടക്കാനുള്ള നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ നോട്ടുകളുടെ ലഭ്യത RBI എത്രയും വേഗം തന്നെ ഉറപ്പാക്കണം എന്നുള്ളതാണ് പ്രധാനമായും എല്ലാ ബാങ്കുകളും ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത്. എന്നാലും ഇപ്പോഴും ആൾക്കാരുടെ പ്രതിസന്ധി മാറിയിട്ടില്ല. ആൾക്കാർ ഇപ്പോഴും നോട്ട് മാറാനായും ബാങ്കിൽ നിന്നും പണം എടുക്കാനായും ഒക്കെ ഉള്ള നെട്ടോട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഈ ഒരു പ്രഖ്യാപനം വന്നിട്ട് ഇപ്പോൾ നാളെ ഒരാഴ്ച പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് അതിനകത്ത് ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു വിഷയം. തിരികെ വാർത്തകളിലേക്ക്. ഇറ്റലിയിലെ പ്രണയത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മംഗല്യ സാഫല്യം. വധൂവരന്മാർക്ക് ആനസവാരിയും ചെണ്ടമേളവും സംഘാടകരുടെ വിവാഹ സമ്മാനം. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിൽ നടന്ന വിവാഹം നാട്ടുകാർക്ക് കൗതുകമായി. ഇറ്റലിയിലെ റവേന സ്വദേശിയായ വരൻ യൂറി വാൽ ബോൺസിയും എൽബ സ്വദേശിയായ വധു ഫ്രാൻസിസ്കയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ വരന്റെ പിതാവിന് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. തന്റെ വിവാഹം നടന്ന കേരളത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് ഹൈന്ദവാചാര വിധിപ്രകാരം വിവാഹം കഴിക്കണം. വിഴിഞ്ഞം പുളിങ്കുടിയിലെ ആഴിമല ശിവസന്നിധിയിൽ നടന്ന വിവാഹത്തിൽ ഇരുവരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. കസവുമുണ്ടും ഷർട്ടും അണിഞ്ഞെത്തിയ വരനെയും പട്ടുസാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങിയ വധുവിനെയും ക്ഷേത്രഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. ഹൈന്ദവ ആചാരപ്രകാരം ഫ്രാൻസിസ്കയുടെ കഴുത്തിൽ യൂറി താലി കെട്ടി. കല്യാണത്തോടെയും വിവാഹത്തിന്റെ കൗതുകം അവസാനിച്ചില്ല. താമസ സ്ഥലത്തെത്തിയ ഇരുവരെയും സ്വീകരിച്ചത് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനും ചെണ്ടമേളവും. പിന്നാലെ ആനസവാരിയും നടത്തിയതോടെ നവദമ്പതികളുടെ കല്യാണം പൊടിപൊടിച്ചു. ആയുർവേദ തെറാപ്പിസ്റ്റുകളായ ഫ്രാൻസിസ്ക യൂറിയ ദമ്പതികളുടെ വിവാഹവും ആനസവാരിയും കാണികൾക്ക് ഫോട്ടോ പിടിക്കാനുള്ള ഒന്നാന്തരം വിരുന്നായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എസ് ജീവൻകുമാർ,